അതെ, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എപ്പോഴും അത് നടന്നോളണമെന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് പഠിച്ചോൻ തരും. അതെന്തുകൊണ്ടറിയോ പറയാൻ തന്നെ കാരണം, നമ്മൾ ആദ്യമൊക്കെ JPC തുടങ്ങിയ സമയം 2020 ആദ്യത്തെ വർഷം 110 കുട്ടികളിൽ 56 പേര് MBBSന് അഡ്മിഷനായി. എയിംസിൽ അഡ്മിഷനായി, ജിപ്മറിൽ അഡ്മിഷൻ ഉണ്ടായിരുന്നു, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ വരെ ആറ് പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ബെസ്റ്റ് മെഡിക്കൽ കോളേജിലും നമ്മുടെ കുട്ടികളെത്തി. ആദ്യത്തെ വർഷമാണ്. രണ്ടാമത്തെ വർഷമായപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല കുറേ കുട്ടികളെത്തും ഇനി. പക്ഷേ അത്രയൊന്നും കുട്ടികൾ വന്നില്ല. അത് 2 ബാച്ച് തന്നെ കുറച്ചും കൂടെ കുട്ടികൾ, ഒരു 150ഓളം പേരെത്തി. അത്രയും ഉണ്ടായുള്ളൂ, വലിയ ചേഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ 3 കൊല്ലവും 4 കൊല്ലവും കഴിയുമ്പോഴും റിസൾട്ട് ഏറ്റവും ബെസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്തു. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടായിട്ട് ഇതെന്താ ആരും നമ്മുടെ റിസൾട്ട് കാണാത്തത്, എന്തുകൊണ്ട് ഇത്ര അഡ്മിഷൻ ഉണ്ടാവാത്തത്? പക്ഷേ കുറച്ച് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ 100% ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്തു. കാരണം ഓരോ ആളുകളും ആദ്യം തന്നെ നേരത്തെ ബാച്ചുകൾ ഫില്ലാവുന്നു, 10 ബാച്ചായി, 20 ബാച്ചായി, 50 ബാച്ചായി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ കേരളക്കാർ JPCൻ്റെ റിസൾട്ട് കാണാത്തത്? ഇത്രയും കുറഞ്ഞ നമ്പറിൽ നിന്ന് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നില്ലേ? അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് പെർസെൻറ്റേജ് വെച്ച് റിസൾട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ആൾക്കാർ ഇത് കാണാത്ത? ഏറ്റവും നല്ല കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഈ ഞാൻ പറയാം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരു 60-70% ക്ലാസ്സുകൾ ഏറ്റവും നല്ല ക്ലാസ്സുകളായിരിക്കും. പക്ഷേ ഒരു 30-35% ക്ലാസ്സുകൾ കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ക്ലാസ്സുകളായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ക്ലാസ്സുകളൊന്നും കൊടുക്കാറില്ല. എല്ലാം ബെസ്റ്റ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരാണോ അത് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റീസിൻ്റെ എത്ര സമയം വേണോ അത്രയും സമയം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല എക്സാംസ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ജിയാദ്, അന്ന് കേരളത്തിൽ 7ാമത്തെ റാങ്ക് വാങ്ങിച്ചപ്പോഴും അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, JPCൻ്റെ എക്സാം സീരീസ് ഏറ്റവും ബെസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിൽ അവസാനത്തെ എക്സാംസ് ഒക്കെ ടഫാക്കിയപ്പോൾ അതേപോലത്തെ ഒരു എക്സാം നീറ്റിൽ കണ്ടപ്പോൾ വലിയൊരു ടെൻഷൻ തോന്നിയില്ല എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാത്തിരുന്നു, കുറേ വർഷങ്ങൾ കാത്തിരുന്നു. 4 വർഷം, 5ാമത്തെ വർഷമാണ് കേരളത്തിൽ ആദ്യത്തെ 10നുള്ളിലേക്ക് JPCൻ്റെ പേര്. 10നുള്ളിൽ 3 സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഏറ്റവും വലിയ റിസൾട്ടുകൾ, 8ഓളം റിസൾട്ടുകൾ ഒരു വലിയ സ്ഥാപനം കൊണ്ടുപോയപ്പോൾ ഈ കുഞ്ഞു സ്ഥാപനത്തിന് 200 പേര് മാത്രമുള്ള നമ്മുടെ ഈ സ്ഥാപനത്തിന് കേരളത്തിൽ ഒരു റാങ്ക് ആദ്യത്തെ 10നുള്ളിൽ ഉണ്ടാക്കാൻ പറ്റി. എവിടെയും പലപ്പോഴും ചോദിക്കുന്നവനാണ്, വലിയ റിസൾട്ടുകൾ ഇങ്ങനെ കാണുമ്പോൾ 10 പേരുടെ നിരത്തി വെച്ച റിസൾട്ടിനുള്ളിൽ 7ാമൻ എവിടെ? ആ 7ാമൻ ഇവിടെയായിരുന്നു, JPCയിലായിരുന്നു ആ 7ാമൻ. ഇതൊക്കെ കഴിഞ്ഞിട്ടും അന്നും ഞാൻ തുടങ്ങി വെച്ച കാര്യത്തിലേക്ക് വരാവേ, എന്തുകൊണ്ട് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഇത്രയും അഡ്മിഷൻസ് പോകുന്നു, നമുക്ക് എന്താ കുട്ടികൾ വരാത്തത് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരം ഈ വർഷം കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജനുവരി സമയം ആകുമ്പോൾ നമുക്ക് കൂടിപ്പോയാൽ 2-3 പേര് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും റിപ്പീറ്റിൽ. പക്ഷേ ഇന്ന് ഞാൻ പറയാം, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോഴാദ്യത്തെ ബാച്ച് ഫുള്ളായി, 2nd ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുക. അതായത് മെയ് 3 നീറ്റ് കഴിഞ്ഞിട്ട് 2026 നീറ്റ് കഴിഞ്ഞ് 2027 നീറ്റ് ബാച്ചിലേക്കുള്ള ആദ്യത്തെ ബാച്ച് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവൻ്റെ ഒരു വലിയൊരു ഇത് കൊണ്ട് തന്നെയാണ്. നമ്മൾ കാത്തിരിപ്പിന് എപ്പോഴാണെങ്കിലും ഒരു ഫലം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു, എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. ഈ വർഷം നല്ല റിസൾട്ടുകളായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ കേരളത്തിലെ കുട്ടികൾ JPCനെ കാണാതെ പോകില്ല. നല്ല കുട്ടികളോടുകൂടെ ഞങ്ങൾ മുന്നോട്ടേക്ക് അടുത്ത വർഷം പോകും, നമ്മൾ പോവും ഉറപ്പായിട്ടും. കാരണം എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷങ്ങളിലും നമ്മളെ കൊണ്ട് പറ്റുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനെ ഏറ്റവും അവരുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് അളഞ്ഞു കൂട്ടിയിട്ട് നല്ലവരെ മാത്രം എടുത്തുകൊണ്ട് കഴിവുള്ളവരെ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമല്ല നമ്മുടേത്. അതിലെല്ലാ ചെറിയ കുട്ടികളും ഏത് പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടി കൂടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നിന്ന് പെർഫോം ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും നല്ല ക്ലാസ്സുകൾ കൊടുത്ത് ഏറ്റവും നല്ല എക്സാംസ് കൊടുത്ത് അവന് പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുത്ത് അവൾക്ക് വേണ്ട രീതിയിൽ ക്യാമ്പസും അവരുടെ താമസവും ഒരൊറ്റ കോമ്പൗണ്ടിൽ ഒരുക്കി കൊടുത്തുകൊണ്ട് വേറൊരു ദൂരത്ത് പോകണ്ട. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഐലൻഡ് ഹോസ്റ്റൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഐലൻഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമുകളൊക്കെ മുകളിൽ, താഴെ ക്ലാസ് റൂം, ഇതുപോലല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്. കുട്ടിക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. കുട്ടി നമ്മുടെ ക്യാമ്പസിൽ തന്നെ. ആകെ പോകുന്നത് ഓണത്തിന് 4 ദിവസത്തെ ലീവ്, ക്രിസ്മസിന് 4 ദിവസത്തെ ലീവ്, പെരുന്നാളിന് ഒരു 3 ദിവസത്തെ ലീവ്, ഇതേ ഉള്ളൂ. ബാക്കി ഫുൾ ടൈം അവർ ക്യാമ്പസിൽ തന്നെയാണ്. അങ്ങനെ നിന്ന് പഠിക്കുകയാണ്. ഓരോ ദിവസവും മൺഡേ മുതൽ ഫ്രൈഡേ വരെ രാവിലെ 8:30 ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ 5:15 വരെ ക്ലാസ്സാണ്. ഇത് കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ ലീവും കഴിഞ്ഞ് മൺഡേ എക്സാം.
എക്സാം കഴിഞ്ഞ് വീണ്ടും ക്ലാസ്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് ഓരോ ആഴ്ചയിൽ എടുക്കുന്ന കാര്യങ്ങൾ അതത് ആഴ്ചയിൽ എക്സാമായിട്ട് കൊടുക്കും. ഇത് കൂടാതെ എല്ലാ മന്തിലും നമ്മൾ മെഗാ ടെസ്റ്റ് നടത്താറുണ്ടല്ലോ. മെഗാ ടെസ്റ്റ് കഴിഞ്ഞ് 2 മാസം കൂടുമ്പോൾ ഗ്രാൻഡ് മെഗാ ടെസ്റ്റ്. ഒരു മാസത്തിൽ എന്തൊക്കെ പഠിപ്പിച്ചോ ആ ചാപ്റ്ററുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് മെഗാ ടെസ്റ്റ് നടത്തുന്നത്. ഇത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ആ 2 മാസം പഠിപ്പിച്ച മുഴുവൻ ടോപ്പിക്സ് വെച്ചുകൊണ്ട് ഗ്രാൻഡ് മെഗാ ടെസ്റ്റ്. ഇങ്ങനെയുള്ള 3 ഗ്രാൻഡ് മെഗാ ടെസ്റ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കുട്ടികളുടെ പോർഷൻസ് ഒക്കെ തീരും. മെയ്യിൽ നമ്മൾ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറോടുകൂടെ ചാപ്റ്ററുകളൊക്കെ തീർത്ത് ജനുവരി തുടക്കമാകുമ്പോഴേക്കും നമ്മുടെ എക്സാമും നടക്കും. ഈ വർഷം ജനുവരി 23 ആദ്യത്തെ ബാച്ച് നമ്മളൊരു നേരത്തെ ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു ബാച്ച് ഉണ്ടായിരുന്നു. നവംബറോടുകൂടെ പോർഷൻസ് ഒക്കെ തീർന്ന് നവംബറിൽ തന്നെ അവരുടെ ഫസ്റ്റ് സീരീസ് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഒരു സീരീസ് കഴിയാണ്, 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരു സീരീസ് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ ഇനി അടുത്ത സീരീസ് ജനുവരി 23 സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുറത്തുള്ള കുട്ടികൾക്കും കൂടെ നമ്മളത് എഴുതാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈനിൽ എഴുതേണ്ട കുട്ടികൾക്ക് അങ്ങനെ എഴുതാം, ഓഫ്ലൈനിൽ എഴുതേണ്ട കുട്ടികൾക്ക് അങ്ങനെ എഴുതാം. ഇതിനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. 10 മൊഡ്യൂളുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് 4 കമ്പൈൻഡ് എക്സാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റ്, അതായത് നീറ്റ് എങ്ങനെയാണോ അതുപോലെ എക്സാം കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഒരു റിപ്പീറ്റർ കുട്ടീൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള യാത്ര. ഇനിയും ആരെങ്കിലും ഒന്ന് ഞാൻ പറയാം, നമ്മളെപ്പോഴും ഏതൊരു സ്ഥാപനം ചൂസ് ചെയ്യുമ്പോഴും ആ സ്ഥാപനത്തിൽ എത്ര പേര് പഠിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. അതിൽ എത്ര പേര് റിസൾട്ട് ആക്കിയെന്ന് ആലോചിക്കണം, എത്ര പേര് ഗവൺമെൻറ്റിലേക്ക് എത്തിയെന്ന് ആലോചിക്കണം. അപ്പം കേരളത്തിൽ എന്തായാലും ബെസ്റ്റ് റിസൾട്ടുകൾ JPSന് തന്നെയാണ്. ആദ്യത്തെ 100-ൽ 4 റിസൾട്ട് ഉണ്ടാക്കാൻ JPSന് പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള വർഷങ്ങളിലും അത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്യും. ഇത് 10,000 കുട്ടികളിൽ നിന്നല്ല, 1000 കുട്ടികളിൽ നിന്നല്ല, 200ഓളം വരുന്ന കേവലം 200 പേര്, വെറും കുറച്ച് കുട്ടികളിൽ നിന്നാണ് JPSൻ്റെ റിസൾട്ട്. ഈ റിസൾട്ട് JPSന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഈ കൊയിലാണ്ടി പറയുന്ന ഈ കുഞ്ഞു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ എല്ലാ സ്ഥലത്തു നിന്നും, എല്ലാ ജില്ലകളിൽ നിന്നും, ഇനി എന്തിന് ഇപ്പോൾ കർണാടകയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും നമ്മുടെ ലക്ഷദ്വീപിൽ നിന്നും വരെ മക്കൾ ഇവിടെ എത്തുന്നുണ്ടെന്നാണെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ട്രസ്റ്റ് ചെയ്തിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാം, ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഓരോ ആളുകൾ ഉറ്റുനോക്കുന്ന റിസൾട്ട് അത് JPSൻ്റെ റിസൾട്ട് തന്നെയാണ്. അടുത്ത വരാൻ പോകുന്ന 2026 നീറ്റ് എക്സാമിൽ മെയ് 3 ശേഷം JPS പറയും. കഴിഞ്ഞ വർഷം നീറ്റ് എക്സാമിന് മുന്നേ ഒരു വീഡിയോ നമ്മളിത് പോയിട്ടുണ്ടായിരുന്നു. ആദ്യ റാങ്കുകൾക്കായി JPS ഒരുങ്ങുന്നു. അത് JPS പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 7ാമത്തെ റാങ്ക് വന്നപ്പോഴത് കാണിച്ചു. വീണ്ടും പറയാം, ആദ്യ റാങ്കുകൾക്കായി 2026 നീറ്റിലെ ആദ്യ റാങ്കുകൾക്കായിട്ട് JPS ഒരുങ്ങുക തന്നെയാണ്. നമ്മുടെ കുട്ടികൾ ഒരുങ്ങുകയാണ്, നമ്മുടെ ടീച്ചേഴ്സ് ഒരുങ്ങുകയാണ്. ഏറ്റവും നല്ല റിസൾട്ടുമായിട്ട് 2026 നീറ്റിലും JPSനെ കാണും. ഇനി 27ലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ആ റിസൾട്ടിൻ്റെ ഒപ്പം ഏറ്റവും ബെസ്റ്റ് കാണിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. വന്ന മക്കളെ ധൈര്യത്തോടുകൂടെ ഇനി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കാൻ, ഇതിനേക്കാളും വലിയായിട്ട് എവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്? പേഴ്സൻറ്റേജ് വയസ്സിൽ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാം തെറ്റാന്ന് ഞാൻ അംഗീകരിച്ച് ഞാൻ പോകും. പക്ഷെ മറിച്ച് അത് JPSൻ്റെ ഏറ്റവും വലിയ വാക്കുകൾ എന്നല്ല, അത് പ്രവൃത്തിയിലൂടെ കാണിച്ച സാധനം തന്നെയാണ്. നിങ്ങൾക്ക് വരാം, ധൈര്യത്തോടു കൂടെ വരാം. ഏറ്റവും നല്ല റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നാണെങ്കിൽ വന്ന മക്കളെ നമുക്ക് ഒന്നിച്ച് പിടിക്കാം.